ഒരു ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോത്തിന് പെണ്ണ് ഒരു പണിയോടും ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ആകെ പരന്ന് കിടന്നിക്കും. എന്താ പറയാൻ, ഇപ്പത്തെ മക്കളല്ല. ഇപ്പത്തെ മക്കൾക്ക് പെരയും കൂടിയൊക്കെ നേരാക്കണം എന്നുള്ള വല്ല ബോധം ഉണ്ടോ? ഓൽക്ക് ഈ ഫോണുമൊക്കെ തോണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ. രാവിലത്തെ കടിയാണ് ഇരിക്കണം, അങ്ങനെ ബാക്കിയാണ്. കുട്ടിയാണെങ്കിൽ ഒന്നും തിന്നില്ല. അല്ലമ്മ, എന്താ പാട്? അതെ, ഇമ്മ അതവിടെ അടുക്കളയിലുണ്ട്. ഞാൻ അവിടുന്ന് പോന്നതാണ്. അതിന്റെ ഉള്ളിലാണെങ്കിൽ തീരെ റേഞ്ച് ഇല്ല. എന്നൊന്ന് ഫോൺ വിളിക്കാനൊക്കെ എടുത്താലേ സംസാരിക്കാനോട് കേൾക്കൂല. അപ്പൊ ഞാൻ അങ്ങോട്ട് പോന്നത് അങ്ങക്ക് വിളിക്കാലോ വെച്ചിട്ട്. ഇമ്മ ഇന്നലെ രാത്രി ആയിക്കണ് വന്നപ്പോ. എല്ലുമ്മാക്ക് വയ്യാതെ കിടക്കല്ലേ. എന്താ ആ പാടന്നെ തോന്നുന്നുണ്ട്. ഒന്നും കുടിക്കണൊന്നും ഇല്ല തോന്നുന്നു. ഇന്നലെ ഇപ്പൊ ഉമ്മ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പോയതാണ്. നിങ്ങളെ പാടെന്തമ്മാ? ഒരു സമാധാനം ഇല്ല. ഒന്ന് വരാനിപ്പോ എന്താ കാട്ട വെച്ചിട്ട്. ഇവിടെ ഉമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ. പിന്നെ ജംഷി വരുമ്പോഴല്ലേ എനിക്കൊന്നാട് വരാൻ പറ്റുള്ളൂ. വേറെന്താ? കുൽസന്റെ ഉമ്മാന്റെ പാടെന്താണാവോ? കുൽസുന്റെ മരുമോനല്ലപ്പാ നിന്ന് ഫോൺ വിളിച്ചത്. ഇന്നലെ പറഞ്ഞ ചെക്കനോടന്നെ ഇക്കാരം. ഇന്നലെ എന്തേന്ന് കൊഞ്ചി കൊഞ്ഞ് വർത്താനം പറച്ചിലും എന്തൊക്കെയായിരുന്നു. എന്താന്നുള്ളത് കേൾക്കണില്ലല്ലോ. സാബിറാത്ത, ഞാനേ ആരാണ് നോക്കിയതാടി. കുറച്ച് ദിവസായിട്ടേ കണ്ണ് അങ്ങോട്ട് പിടിക്കണില്ല. വിട്ടുക്കൊന്നും ഇങ്ങനെ കാണണി. അപ്പൊ ആരാച്ചിട്ട് നോക്കിയതാണ്. എന്താ ഇപ്പൊ അവിടെ കാട്ടണ്? ഇമ്മേന്നേ, ഉമ്മാക്ക് ഞാൻ വിളിച്ചതാ. ഉമ്മാക്ക് ഇങ്ങനെ സുഖമില്ലാതിരിക്കല്ലേ. അപ്പൊ ഒന്ന് വിളിച്ചു നോക്കിയതാണ്. ഇമ്മേണ്. എന്തെന്നിട്ട് ഉമ്മാന്റെ ഒക്കെ പാട്? ഉമ്മാക്ക് കൊഴപ്പൊന്നും ഇല്ലെന്നോ. ഇപ്പൊ വലിയ കൊഴപ്പില്ല, എന്നാലും ഉണ്ടെന്ന് പറയാ. ഞാനേ എന്റെ ഉമ്മാനെ ഒന്ന് കാണട്ടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാടി. ഇന്നലെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. വല്യമ്മക്ക് സുഖമില്ലായിട്ട് പോയിന്നല്ല. എന്റെ അമ്മായിമാരുടെ ഉമ്മാക്ക് വെജായിട്ട്. അപ്പൊ ഞാനതൊന്ന് ചോദിച്ചറിയട്ടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പൊ ഞാൻ എന്നെ കണ്ട. ആരാന്നൊക്കെ മനസ്സിലാവും ചെയ്തില്ല. അതാ പിന്നെ ഞാൻ നോക്കിന്നത്. എന്നാ ആയിക്കോട്ടെ, എന്നാലും ഇജ്ജ് വർത്താനം പറഞ്ഞ ഞാനാണ് ചെല്ലട്ടെ. അന്ന് ചെല്ലി, ഇമ്മ അവിടെ ഉണ്ട്. അത് ഞങ്ങളെ അയൽവാസി സാബിറാത്ത് ഉമ്മാനെ കാണാൻ വേണ്ടി പോവാണ്. വല്യമ്മാന്റെ കാര്യം അറിയാനേ. വേറെന്തമ്മ, അങ്ങനെ പോണു, കൊഴപ്പൊന്നുമില്ല. ഓല് വിളിച്ചിന്ന്. ഓല് ഇങ്ങനെ പണിക്ക് കയറിക്കണല്ലോ. അപ്പൊ എന്ന് രാവിലെ വിളിക്കലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഒന്ന് വിളിച്ചതാ. ഒന്ന് ഫോൺ വെച്ചതിന്റെ ശേഷം. ഇപ്പേ എന്തായാലും ഞാന് പിന്നെ വിളിക്കട്ടമ്മ. ഉമ്മ ഒറ്റക്കുള്ളു അടുക്കളയിൽ, അത് ചെല്ലട്ടെ. എന്നായിക്കോട്ടെ. കുൽസുക, എന്താ പണി? എന്താ അവിടെ തന്നെ നിക്കണ? ഇങ്ങോട്ട് കേറി വായോ. ഞാനെടി ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു. കൊറേ ദിവസമായിരിക്കും ഫ്രിഡ്ജിൽ ഇരിക്കണം. ഇനിയിപ്പോ അത് എടുത്ത് കേടണ്ട വിചാരിച്ചിട്ടേ
അതുകൊണ്ട് മുറിച്ചൊക്കെ വിചാരിച്ചു നമ്മരോട് തിന്നോളൂ. ഓലൊക്കെ ഉണ്ട മുറിച്ചുണ്ടാക്കിയിട്ട് തിന്നു. നമ്മൾ ആരെങ്കിലും മുറിച്ചു കൊടുത്താ ഓലൊക്കെ ഒന്ന് തിന്നു. അത്ര തന്നെ. ഇജിപ്പോ ഇവിടുന്ന് വരുന്നേ? ഞാൻ എന്റെ അടുത്തേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാടി. ഇജ് ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഉമ്മാന്റെ പാടെന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അല്ലടി എന്റെ മരുമോളുണ്ടല്ലോ അവിടെ ഫോൺ വിളിക്കണ. ഈ നേരം നോക്കുമ്പോ തന്നെ ആർക്കാ ഓളിങ്ങനെ വിളിക്കണത്? അത് ഓളെ പെരേക്ക് കൊടുക്കെങ്കിലും ഇക്കാരം, അല്ലെങ്കിൽ ചെക്കൻ വിളിക്കണുണ്ടാവും ഓൾക്ക് രാവിലെ. ഓൻ പണിക്ക് പോണേന്റെ മുന്നൊന്ന് വിളിക്കണതാണ്. ചെലപ്പോ ഓനേക്കാരം, അല്ലാന്നുണ്ടെങ്കിൽ ഓളെ പെരേന്ന് വിടുന്നെങ്കിലും ഇക്കാരം. രാവിലെ എന്നും പതിവുള്ളതാ. ഇമ്മാക്കും മാപ്പിളക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിന്ന് ഇങ്ങനെ പരുങ്ങുവാ. എന്തൊരു കൊഞ്ചി കുഴച്ചിലാച്ചിട്ടാ ഫോണിൽ കൂടെ. ഞാനത് കണ്ടു കാണപ്പ ഇങ്ങോട്ട് വന്നത്. അതും ആ മരത്തിന്റെ ബാക്കിലുണ്ട് പോയി നിക്കണ്. പോയിക്കട്ടെ ജി, അങ്ങനത്തെ സ്വഭാവമുള്ള കുട്ടിയൊന്നുമല്ല ഓള്. എനിക്ക് ഓളെ അറിയാലോ. ഓള് ഇന്നും ഇന്നലെ ഒന്നും കേറി വന്നതല്ല. 2 കൊല്ലായാലും ഒന്നല്ലെങ്കിൽ എന്റെ മകന്റെ പിന്നാലെ നിക്കണ്. ആ അറിവ് നിക്കില്ല. നല്ല സ്വഭാവമുള്ള കുട്ടിയടി. അങ്ങനെ വേണ്ടാത്തടത്തൊക്കൊന്നും പോവൊന്നുമില്ല. പിന്നെ ഈ ഇന്നലാണ്ട് പോയേക്കടി. ഒരു ചെക്കൻ ഇങ്ങോട്ട് വന്ന് കേറിക്ക എന്റെ പെരന്റെ മരുമോള് വിളിക്കാതെ ആ നേരത്തെ തന്നെ ഇപ്പൊ ആരും വരുമൊന്നുമില്ല. ഇജില്ലാന്ന് പറയുമ്പോ ആരെങ്കിലും ഇങ്ങോട്ട് കേറി വരുമോ? ഞാൻ നോക്കുമ്പോണ്ട് ആ ചെക്കൻ ആദ്യം കുറച്ചു നേരം കൊലായിരുന്നിരുന്നു. പിന്നെ കണ്ടുകൊണ്ട് ഔത്ത് കയറിയിട്ട് വാതിലറക്കണം. എന്നിട്ട് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ ചെക്കൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോണതേ. ഞാൻ അന്തം വിട്ട്. ഞാൻ അത് എന്നോട് പറയാൻ വേണ്ടിട്ട് രാവിലെ തന്നെ വേഗം വന്നതാണ്. അതെ, എന്നോട് പറഞ്ഞിട്ടില്ല ആരാ വന്നെന്നുള്ളത്. പിന്നെ ഇപ്പൊ ഞാൻ ഇന്നലെ രാവിലെ പോവും ചെയ്തതല്ലേ. പറയാൻ മറന്നത് എന്തേലും ആവോ? ഓളാരെങ്കിലും കുടുംബക്കാരനോ അല്ലെങ്കിൽ കൂട്ടുകാരനാരെങ്കിലും. കൂട്ടുകാരന്മാരൊക്കെ തന്നെയാണ് ഇമ്മാതിരി തെറ്റൊക്കെ ചെയ്യ. പിന്നെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാല് വല്ലാതെ ഒന്നും ഒരാളെ വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പത്തെ കാലാണ്. സ്വന്തം വാപ്പാനെ വരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. അപ്പോഴാണ് ഇപ്പൊ കുടുംബങ്ങളെ. എങ്ങനെ ആയാലും എന്റെ മരുമോളെ ചെന്ന് ശ്രദ്ധിക്കണത് നല്ലതാ. എന്റെ മകൻ ആ ഗൾഫ് കിടന്നിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ പൈസ ഇവിടെ ദൂർത്തടിച്ച് കളിക്കല്ലേ ഓള്. അതുകൊണ്ട് പറഞ്ഞതാ ഞാന്. രാവിലെ എടുത്ത് തുടങ്ങും ഫോണായിട്ട്. ഇന്നലെ അടിച്ചു വരുമ്പോഴൊക്കെ ചെവിയില് ഫോൺ വന്നിട്ട് പോയേക്കേ. അതാണ്ട് കഴിഞ്ഞ് നീങ്ങോട്ട് തിരിഞ്ഞില്ല. അപ്പൂത്തിനുണ്ട് ഒരു ബൈക്കുമ്പോ ഒരാള് ഹെൽമെറ്റ് ഒക്കെ ഇട്ടുങ്ങാണ്ട് വന്ന്. ആരാ എന്താന്ന് ഞാൻ കണ്ടില്ല. ഹെൽമെറ്റ് ഒക്കെ ഇട്ടുക്കുന്നു. അപ്പൊ ഇങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് വന്നിട്ട് നേരെ കുറച്ചേരം വർത്താനം വേണ്ടാണ്ട് കേറി പോകണ്ടിരിക്കണ ഔത്തേക്ക്. പിന്നെ 1/4 മണിക്കൂർ തന്നെ. ഞാൻ കൊറേ നോക്കി. പിന്നെ എന്റെ നമ്പർക്കാണെങ്കിൽ അടിച്ചിട്ട് കിട്ടണില്ല. അപ്പൊ പിന്നെ രാവിലെ തന്നെ എന്നോട് വന്ന് പറയാന്ന് വിചാരിച്ചു ഞാൻ. അല്ലടി, എന്നിട്ട് ഉമ്മാന്റെ പാടിപ്പ് എന്താ? ഇമ്മാന്റെ പാടെന്താ? ഇമ്മാക്ക് ഇങ്ങനെ പനിയുണ്ട് ഇടക്കൊക്കെ. പിന്നെ ശ്വാസമുട്ടലും അങ്ങനൊക്കെ ആയിട്ട് ഓരോരോ ഇടങ്ങറ് തന്നെയാണ്. വയ്യാതെ കിടക്കല്ലേ. എന്താ പ്രായം ഇപ്പൊ എത്ര ആയിക്കണു? ഒരു 19 വയസ്സൊക്കെ ആയില്ല ഇപ്പൊ എന്റെ അമ്മക്ക്. അതിന്റേതായിട്ടുള്ള കേടുകളൊക്കെ തന്നെയാണ്. കിടപ്പിലായിട്ട് ഇപ്പൊ 1 കൊല്ലൊക്കെ ആയില്ലേ. ഇപ്പൊ എപ്പോഴാ എന്താവൊന്നും പറയാൻ പറ്റൂല. അധികം ഒന്നും തിന്നൊന്നും ചെയ്യൂല ഇപ്പൊ. എന്തെങ്കിലും ഒരു തുള്ളി കഞ്ഞിയുടെ വെള്ളം എന്തെങ്കിലും മുക്കി കൊടുത്താൽ അത് കുറച്ച് കുടിക്കും. അത്ര തന്നെ ഉള്ളു. വേറെ ഒരു ഇതും ഇല്ല. ഇനിയിപ്പൊ ഇടക്കിടക്ക് ഇനിയിപ്പോ പോകേണ്ടി വരും. ഇനിയിപ്പോ ഇപ്പോളെ വിശ്വസിച്ചെങ്ങാണ്ട് ഇവിടെ ഒറ്റക്കാക്കിട്ട് പോവാനും പറ്റൂലല്ലോ. എന്തൊക്കെയാ ഇനിയിപ്പൊ കാട്ടുണ്ട് എനിക്ക് ഒരു പുറത്തുമില്ല. ഇപ്പൊ ഇടക്കിടക്ക് ഇനിയിപ്പൊ പറഞ്ഞ പോലെ എനിക്ക് പോവേണ്ടി വരികയൊക്കെ ചെഞ്ചു. അപ്പൊ ഇപ്പൊ തന്നെ ഒരു താക്കീത് കൊടുത്താല് അവിടെ നിന്നോളും. ഇല്ലാന്നുണ്ടെങ്കിൽ കൈവിട്ട് പോവുകതന്നെ ചെയ്യും. പിന്നെ നാട്ടുകാരറിയും, കുടുംബങ്ങൾ അറിയും. ആകെ ഒരു ചോരയിക്കാരം. ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കല്ലാതെ ഒരു മാർഗവും ഇല്ല. ഇനിയിപ്പൊ അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. അപ്പോളെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ അറിഞ്ഞില്ലേ. ഞങ്ങളോട് ചോദിച്ചു നോക്കണം എന്താ ഏതാന്നൊക്കെ. എന്തായാലും ഞാനത് പോട്ടെ. ഇല്ലടി, ഞാൻ ഇരിക്കണില്ല. ഞാൻ ഒന്ന് കാണാലോ ഉമ്മാന്റെ കാര്യം ചോദിക്കാലോ വെച്ചിട്ട് വന്നത്. അപ്പോഴല്ലേ ഇപ്പൊ എന്റെ മരുമോളെ ഞാൻ അവിടുന്ന് കണ്ടത്. അപ്പൊ പിന്നെ അത് പറയാൻ നിന്ന്. എന്തായാലും ഞാനത് പോട്ടെട്ടാ. എന്തായാലും നീ ഇത് ചെല്ല്. ആടി ഞാൻ പിന്നെ വരണ്ട്. ഓണ്ട് വരട്ടെ. ഓളിന്നെ നാണം കെടുത്താനാ എന്റെ മകനെ പറ്റിക്കണോള്. ഇപ്പൊ എന്തായാലും നീ നടക്കൂല.
എങ്ങനായാലേ ഓള് മാത്രപ്പ അങ്ങനെ ഓളെ മരുവോളായിട്ട് സൂചിച്ച് നിക്കണ്ട. ആ എന്റെ മരുവോള് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് പോയപ്പോ ഇവളൊക്കെ എന്തേന്ന് ഓളൊക്കെ ഒരു നാവ്. അങ്ങനത്തോളാണ് ഇങ്ങനത്തോളാണ് കാണിച്ചു കൊടുക്കാൻ ഞാൻ നോക്കും. റബ്ബേ ഓള് എന്റെ ചെക്കനെ പറ്റിക്ക. ഇപ്പൊ ഓരൊക്കെ പറയുമ്പോഴല്ലേ ഇപ്പൊ ഞാൻ അറിയണത് ഇതിന്റെ സത്യാവസ്ഥ ഒക്കെ. ഇത് വെറ്റോളൂ. എന്താ ഇവിടെ വന്നിരിക്കണേ? ഒന്നല്ലക്ക എന്തപ്പോ ഇവിടെ വന്നിരിക്കാനൊന്നും പറ്റൂലേ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല എനിക്ക് ആരെങ്കിലും ഈ നേരം വെക്കുമ്പോ തന്നെ ഇങ്ങനെ വിളിക്കണത്? എന്നും കാണാലോ നേരം വെളുത്ത ഫോണായിട്ട് അങ്ങോട്ടാണ് പോണ്. അനക്കെന്താ ഇതിന്റെ ഉള്ളിലിരുന്ന് വിളിക്കാനൊന്നും വെച്ചേ? നിങ്ങൾക്ക് അറിയില്ല ഇവിടെ അകത്ത് റേഞ്ച് ഇല്ല എന്നുള്ളത്. എല്ലാരും അവിടെ തന്നെയല്ലേ പോയി ഫോൺ വിളിക്കല്. പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനൊക്കെ പറയണേ? ആ റേഞ്ച്, ആ ഉള്ള റേഞ്ചിന് വിളിച്ചാ മതി. ഇത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ആ മരത്തിന്റെ മൂലയ്ക്ക് ആ പെരന്റെ മൂലയ്ക്ക് അവിടെ പോയി നിന്നിട്ട് ഫോൺ വിളിക്കുക. എന്നിട്ട് നാട്ടുകാര് കണ്ടിട്ട് അതും ഇതും പറയാ. ഇജ്ജ് വെറുതെ എന്റെ മകന്റെ പേര് ചീത്താക്കാൻ നിക്കണ്ട. ഈ കണ്ണോട് ഇത്ര പറയാനുള്ളൂ. നേരം വെളുത്ത ഓളൊരു ഫോണായിട്ടാണ് പോവും. അല്ലെങ്കിൽ ഇതന്നെ ഈ തോണ്ടലെന്നെ ഫോണ്. അവന്റെ വിചാരം എനിക്കൊന്നും അറിയില്ലാന്ന് കാര്യം ഫോണിനെ പറ്റിയിട്ടൊക്കെ അല്ലെ? എന്താ നിങ്ങളെ പ്രശ്നം? ഞാൻ പറയുന്നേനുള്ളൂ. ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും എന്താ കാര്യം എന്നുള്ളതൊക്കെ. എല്ലാ സമയത്തും എല്ലാരെയും പൊട്ടന്മാരാക്കാനൊന്നും പറ്റൂല. എന്താടി എന്താണ്? എന്താ ഛർദിക്കണ കുറച്ച് നേരാ പുറത്തുനിന്നുള്ള എന്തേലും തിന്നിട്ടേക്കാറ്. ഇന്നലെ തോന്നിയില്ലേ പൂള വെച്ചത് മൂടുന്ന എന്നിട്ടാ ഗ്യാസ് എറിയാൻ പോന്നു. ഓള് ഛർദിക്കുന്നു. എന്റെ പഠിച്ചോനെ എന്തൊക്കെ ഞാൻ ഈ കാണുന്നത് റബ്ബേ. അപ്പൊ ഓലൊക്കെ പറഞ്ഞത് ശരി തന്നെയാണല്ലേ. എന്റെ കുട്ടിയുടെ ജീവിതമാണല്ലോ ഇപ്പൊ ഓളാ കളയുന്നത്. ഓള് വിചാരിതൊന്നും ഞാൻ അറിയില്ലാന്ന് ഇക്കാര്യം. ഇപ്പൊ കണ്ടില്ല ഛർദിക്കും ചേച്ചുന്നുണ്ട്. പഠിച്ചോനെ എന്തൊക്കെ വണ്ടി വലിയാണോ ഇവിടെ ഉണ്ടാക്കുന്നത്. പേടിയാവുണ്ടല്ലോ റബ്ബേ. എന്റെ കുട്ടിനോട് എന്താ ഞാൻ പറയാ? ആലോചിച്ചിട്ടൊന്ന് തല വേദന ആവുന്നുണ്ട്. ഉമ്മ എന്താണ്? നാരങ്ങ എന്തേലും ഉണ്ടോ ഫ്രിഡ്ജില്? ഇവിടെ നാരങ്ങ ഒന്നും ഇല്ല. എന്തിനാ പണ്ട് നാരങ്ങ? എനിക്ക് എന്താന്ന് അറിയില്ല, ഛർദിക്കണൊക്കെ ഉണ്ട്. അപ്പൊ എന്നാ കട്ടൻ ചായയില് ലേശം നാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കാലോചിച്ചിട്ടാണ്. ഓരോന്ന് ഒപ്പിച്ച് വെക്കുമ്പോഴേ ആലോചിക്കേണ്ടതേ ഇന്ന്. ഇപ്പൊ കിടന്ന് ഇങ്ങനെ പരക്കം വെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഞാൻ പോയിക്കോ ആസ്പത്രിക്ക്. ഇനിയിപ്പോ എന്തിനാ കാത്തുവെച്ചിരിക്കണത്? നിന്റെ മകനെ പറ്റിച്ചോ പോരാ, എന്നിട്ട് പിന്നെ എന്നോട് ഇങ്ങനെ ഞെളിഞ്ഞു വർത്താനം പറയാ. നിനക്ക് ഉളുപ്പുണ്ടോ കുറച്ചെങ്കിലും? എന്താ എന്താ നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ നേരത്തെ ഉണ്ടല്ലോ പറഞ്ഞു. ഞാൻ കാര്യമാക്കി എടുക്കാതിരുന്നതാണ്. എന്തെങ്കിലും പ്രശ്നം? പിന്നെ ഞാൻ എങ്ങനെയാടി പറയണ്ടത്? ഇതിപ്പോ എന്തുകൊണ്ടാണ് ഛർദിച്ചത്? എല്ലാതും എനിക്ക് മനസ്സിലാക്കണം. എല്ലാതും ഞാൻ ആരും ചെയ്തിക്കണ്. ഇന്നലെ നേരം വെളുത്തേക്ക് ഏത് ചെക്കനാടി ഇതിന്റെ ഉള്ളിൽ വന്ന് കേറിയേ? പരി അതിന്റെ ഇളാമാന്റെ മോനാണ് വന്നത്. അതിനിപ്പോ എന്താ? ഇളയമാന്റെ മകനെ ചിലപ്പോ ബന്ധം. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഞാൻ നല്ലപോലെ എന്റെ മകന്റെ പെണ്ണുങ്ങളല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ സ്വന്തം മകളായിട്ട് ഞാൻ എന്നെ കണ്ടിരുന്നത്.
ഇന്ന് ഇജന്നെ ചതിക്കണം. എന്റെ കുട്ടി ആ മരുഭൂമി കിടന്നിട്ട് കഷ്ടപ്പെടുക. അതിനോട് ഞാൻ എന്താ ഇനി പറയേണ്ടത്? ആരെങ്ങളോട് ഇല്ലാത്തൊക്കെ പറഞ്ഞ നിക്കണത്? ആര് പറഞ്ഞാപ്പ എന്താണ്? ഞാൻ അറിയാനുള്ളതൊക്കെ അറിഞ്ഞിക്കണ്. ഇനിയിപ്പോ ആര് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പേരറിയായിട്ട ഇത് ചെയ്ത തെറ്റ് അംഗീകരിച്ചിരുന്നില്ലല്ലോ. ഓൻ കല്യാണം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഓൻ ഒരു കുറച്ചേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. അതല്ലാതെ വേറൊരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്താ നിങ്ങൾക്ക് ഇന്ന് തീരെ വിശ്വാസമില്ലേ? കല്യാണം പറയാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഈ നേരം വരായിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഓൻ വന്നീന്നു പോയിന്നു കല്യാണം പറയാൻ വന്നതേന്നു എന്നൊക്കെ നമുക്ക് പറയാൻ നാവുണ്ടായിരുന്നില്ലേ? ഓന്റെ കല്യാണം അടുത്ത മാസാണ്. ഓന് ആരോടൊക്കെ കല്യാണം പറഞ്ഞു പോണ വൈക്ക് ഇവിടുന്ന് കേറിന്ന് മാത്രം. അപ്പൊ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ പോവും ചെയ്ത്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ്. ഞാൻ അതുകൊണ്ട് അമ്മ പറയാതിരുന്നത്. പിന്നെ വന്ന ആ തിരക്കില് ഞാൻ അത് പറയാൻ വിടും ചെയ്ത്. അപ്പൊ ഇത്ര വലിയ തെറ്റായിട്ട് നിങ്ങൾ കാണുന്നത്? പറഞ്ഞത് ആ സാബിറതാത്തല്ലേ? ഓളെന്നെ എന്നോട് പറഞ്ഞത്. സാബിർ തന്നെയാണ് പറഞ്ഞിരിക്കണത്. സാബിർ തന്നെയാണ് എന്നെ കാണും ചെയ്തിക്കണത്. ഇപ്പോഴും അവിടെ ആ മറുവിൽ ഒന്ന് ഫോൺ വിളിക്കുന്നുണ്ടല്ലോ. ഓൾ എന്നോട് വന്ന് പറഞ്ഞല്ലോ, ഏതോ ഒരു ചെക്കൻക്കാണ് നല്ല കൊഞ്ചു കുഴഞ്ഞ് വർത്താനം പറയുന്നുണ്ട്. എല്ലാരും ഇടയിൽ ഇന്നെ നാണം കെട്ടിയപ്പോ എനിക്ക് സമാധാനായല്ലോ. നേരെ നോക്കുമ്പോ തന്നെ എന്നൊരു ഫോണായിട്ടാണ്ട് ഇറങ്ങും. ഇക്കറിയമ്മ ഓലെന്നെ ഇക്കാരും പറഞ്ഞിട്ടുണ്ടാവുകയെന്ന്. ഓൻ വന്ന് കേറുമ്പോ സാബിർദാത്ത അവിടെ നിന്ന് നോക്കണ ഞാൻ കണ്ടതാണ്. പക്ഷെ ഓൻ ഇത്രക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ളത് ഞാനും വിചാരിച്ചില്ല. അതിന്റെ ഇമ്മാക്ക് ഞാൻ വിളിച്ചതാണ്. നിങ്ങൾക്ക് അറിയണല്ലേ അത് സുഖമില്ലാതെ അവിടെ ഇരിക്കാണ് എന്നുള്ളത്. അപ്പൊ എന്ന് രാവിലെ ഞാൻ വിളിക്കണേല്ലമ്മ. അപ്പൊ ഒന്ന് അതേ ലെവലിലൊന്ന് വിളിച്ചു നോക്കിയത്. പിന്നെ ഇവിടെ ഔത്ത് റേഞ്ച് ഇല്ലാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ജംഷിക്കൊക്കെ പുറത്തുനിന്നല്ലേ വിളിക്കല്. ആ രീതിയിൽ ഞാൻ പോയി സംസാരിച്ചാണ്, അല്ലാതെ വേറെ ആരുമല്ല അത്. സാബിർദാത്ത ഇക്കാരം ഇത് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. ഓല് എന്നോട് ചോദിച്ചതാണ്. അവിടെ നിന്ന് ഇങ്ങനെ പരിങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും ഓരോട്, എന്താ സാബിർദാത്ത നോക്കണെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞ് ഞാൻ വെറുതെ നോക്കിയതാണ്, ആരാന്നൊക്കെ ചോദിച്ചു എന്നോട്, ആരാ വിളിക്കണെന്നൊക്കെ. അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു, എന്റെ ഉമ്മയാണ് വിളിക്കണത്, ഉമ്മക്ക് സുഖം ഇല്ലാതിരിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഓല് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഈ നൊണിയും കടി ഉണ്ടാക്കി തന്നത്. ഉമ്മക്ക് ഇത്രക്ക് വിശ്വാസമില്ല ഉമ്മ. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഓൾ എന്നോട് പറയൊന്നും ചെയ്തിട്ടില്ല. ജിമ്മാക്കാണ് വിളിക്കണെന്ന് പറഞ്ഞിക്കണെന്നൊന്നും ഓൾ എന്നോട് വർത്താനം പറഞ്ഞിക്കണെന്ന് തന്നെ ഓൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഓൾ കണ്ടു വെച്ച് കൊഞ്ചു കൊഞ്ഞ് വർത്താനം പറഞ്ഞതെന്ന് മാത്രം ഓൾ എന്നോട് ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളൂ. സംഭവം ശരി, എന്റെ മാപ്പിള ഗൾഫിലാണ്. അത് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒരാണിന്റെ അടുത്തേക്ക് പോകുമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി. ഈ സാബിറാക്ക് എന്താ ആവശ്യമുള്ളത് തിരക്കും പടി ഉണ്ടാക്കാന്? ഓളെ മരുവൾ അവിടുന്ന് പോയിക്കണെന്ന് വിചാരിച്ചിട്ട് ഒരു മരുക്കൾ ഒരു പെരയില് വാഴരുത് എന്നാണോ? നോക്കുള്ള ഞാൻ കൊടുക്ക. വെറുതെ ഞാൻ പെണ്ണിനെ സംശയിച്ചിട്ട് ഇത്രയും ദിവസം ഇല്ലാത്തൊരു സംശയമാണ് ഇപ്പൊ എന്റെ മനസ്സിക്ക് വന്നത്. പഠിച്ചവനെ, എന്റെ മകന്റെ പെണ്ണുങ്ങളല്ലേ റബ്ബെ ഞാനീ പറയുന്നത്. വല്ലാത്തൊരു കഥ ഒന്നും ഇങ്ങോട്ട് വരട്ടെ സാബിറ. നോക്കുള്ള ഞാൻ കൊടുക്കാം. ഉമ്മാക്ക് എന്നെ ഇത്രക്ക് വിശ്വാസമുള്ളല്ലോ. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഓലെ മരോള് ഇവിടെ പോയിക്കണ് വിചാരിച്ചിട്ട് എല്ലാരും ഒരുപോലെ ആവുന്നു ഓല് വിചാരിക്കും. സന്തോഷത്തോടെ നിക്കണ ഒരു കുടുംബമാണ് ഓലായിട്ട് തകർക്കണം. സാജിയെ, ഞാനെടി ആ സാബിറ വന്ന് പറഞ്ഞപ്പോളേ ഏതൊരു ഉമ്മാന്റെ മനസ്സിലുണ്ടാവണത് തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഇഞ്ചിന്റെ കുട്ടീനെ ചതിക്കാണ് എന്നുള്ളത് ഇങ്ങനെ തോന്നി. കാരണം നമുക്ക് വേണ്ടിട്ടല്ലേടി ഓൻ അവിടെ കഷ്ടപ്പെടുന്നത്. അപ്പൊ ഓള് അറിഞ്ഞപ്പോ ഞാൻ അതങ്ങ് വിശ്വസിച്ച്. ഇമ്മാക്ക് പുറത്ത് കാട്ട്. ഇമ്മ അങ്ങനത്തെ ഒരു കാര്യം എന്നോട് വന്ന് പറയില്ല. ഇതെന്തേലും വന്നിട്ടേ കുടിക്കും. ഞാൻ പീടിയെ പോയിട്ട് നാരങ്ങ എന്തേലും വാങ്ങി കൊടുന്നേരാം. ഇല്ലാന്നുണ്ടെ നമുക്ക് വൈകുന്നേരം ഡോക്ടറെ അടുത്തേക്ക് പോവും ചെയ്യാം. എന്താന്ന് അറിയാലോ. എന്താന്ന് അറിയില്ല അമ്മ. കേട്ടപ്പോ നല്ല സങ്കടായി. എന്റെ ഉമ്മനെ പോലെയല്ലേ ഞാൻ നിങ്ങളെ കാണുന്നത്. പക്ഷെ നിങ്ങളെ നാമം തന്നെ ഇങ്ങനെ കേട്ടപ്പോ ഒരിക്കലും നിക്കാന് ഞാൻ ചതിക്കൂലമ്മ. ഇക്കറിയിക്ക അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണെന്നുള്ളതൊക്കെ.
ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴാണ് വിശ്വസിക്കല. ഉമ്മാന്റെ മോളെ പറ്റിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? ഉമ്മ വിശ്വസിക്കുവോ? എന്റെ സ്വന്തം അമ്മയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നുള്ള രീതിയിൽ എടുത്താ മതി. ഉമ്മാനോട് ക്ഷമിക്കട്ടാ. ഇനി ഓനോടൊന്നും പറയാനൊന്നും നിക്കണ്ട. ആ സാബിർ അങ്ങോട്ട് വെറ്റോൾക്കുള്ള ഞാൻ എന്തായാലും കൊടുത്തോണ്ട്. ഞാൻ പറയണൊന്നുമില്ലമ്മ. ഞാൻ എന്തിക്കാനോട് പറയാ? ഞാൻ കണ്ണീരൊക്കെ തുറച്ചിട്ട് വായ തുള്ളി കണ്ണീര വെള്ളം എന്തേലും കൊടുത്തരാ കുടിക്ക്. ഞാൻ കുടിച്ചോളാം.